ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിസ്മീസ് ഫുഡ് കാർട്ട്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സിൻ്റെ ഉപ്പുമാവാണ്. ഇതിൽ നമ്മൾ ധാരാളം വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓട്സും നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഷുഗർ ഉള്ളവർക്കും അതുപോലെ വെയിറ്റ് ലോസിന് വേണ്ടി നോക്കുന്നവർക്കും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ആദ്യം 1 കപ്പ് ഓട്സ് എടുത്തു. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണ ഒഴിക്കാതെയാണ് റോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 2 to 3 മിനിറ്റ്സ് ഇത് റോസ്റ്റ് ചെയ്യാൻ എടുക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഓട്സ് നല്ലതായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കണം. പാൻ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കണം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചന ദാൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ചന ദാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കപ്പലണ്ടിയും കാഷ്നട്ടും നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ചന ദാലിൻ്റെ കളർ ഒന്ന് മാറുന്നിടം വരെ നമുക്ക് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ചനദാലിൻ്റെ കളറൊക്കെ നല്ലതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലണ്ടിയും അതുപോലെ കാഷ്യും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൊണ്ട് ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കളറൊക്കെ മാറുന്നിടം വരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്യൂൻ്റെയും കപ്പലണ്ടിയുടെയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഉള്ളി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാരറ്റും ഒരു 5 to 6 ബീൻസ് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചിയും നല്ലതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഉള്ളി അരിഞ്ഞതും അതുപോലെ ഇഞ്ചിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റും ബീൻസും നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇഞ്ചിയും ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നല്ലതായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കൊരു 2 to 3 മിനിറ്റ്സ് നമുക്കിത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 3 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റും അതുപോലെ ബീൻസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് നല്ലതായിട്ട് വേവിച്ചെടുക്കണം. കാരണം ക്യാരറ്റും ബീൻസും നല്ലതായിട്ട് വേവണം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീൻസും നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന റോസ്റ്റ് ചെയ്ത ഓട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓട്സും വെജിറ്റബിൾസും നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ 1 കപ്പ് ഓട്സാണ് എടുത്തത്. ആ സെയിം കപ്പിൻ്റെ 3/4 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വെള്ളം ആഡ് ചെയ്തു നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വെള്ളം നല്ലതായിട്ട് ഇവാപ്പറേറ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതുപോലെ ഓട്സും ആ സമയം കൊണ്ട് നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഓട്സ് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ വെള്ളവും നല്ലതായിട്ട് ഇവാപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയിലയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് പകുതി നാരങ്ങ എടുത്ത് നല്ലതായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നാരങ്ങയെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. ഇത് വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർക്കും അതുപോലെ
ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ അടുത്ത റെസിപ്പി വരെ ബൈ ബൈ, ടേക്ക് കെയർ.